ഹലോ വ്യൂവേഴ്സ്, നമസ്കാരം. വെൽക്കം ടു ഡിവൈൻ എക്കോസ് 111. ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഭാഗങ്ങൾ മാത്രം എടുക്കുക, ബാക്കി വിട്ടേക്കാം. നമുക്കിന്ന് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് ഞാൻ 3 കാർഡുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രസൻറ്റ് എനർജി എന്താണ്, നിങ്ങൾ ഈ സമയം നേരിടുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും പോവുക എന്നുള്ള 3 കാർഡുകളാണ് എടുക്കുന്നത്. നിങ്ങളുടെ കാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ലവേഴ്സിൻ്റെ കാർഡാണ്. ഇത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രണയം ശക്തമായി വന്നിരിക്കുകയാണ്. ഒരു പുതിയ ബന്ധം രൂപപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരാളോട് അട്രാക്റ്റഡ് ആവുകയോ ചെയ്തേക്കാം. ഈ കാർഡ് പറയുന്നത് നിൻ്റെ മനസ്സിപ്പോൾ ഓപ്പണാണ്. അപ്പോൾ നിൻ്റെ ഹൃദയം എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയം പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക. ഒരു ബന്ധത്തിൽ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നിലനിൽക്കുകയാണെങ്കിൽ അത് സന്തോഷം തരുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യകതയില്ല. അതുപോലെ തന്നെ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും ബുദ്ധിയോടും സ്നേഹത്തോടെയും ചേർന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നതാണ് ഈ ലവേഴ്സ് കാർഡ് പറയുന്നത്. അടുത്ത കാർഡ്, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ചലഞ്ചസ്, രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ദി മൂണാണ്. മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ കാർഡ് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തതയില്ല എന്നതാണ്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണകളോ സംശയങ്ങളോ ഉണ്ടായിരിക്കാം. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. മനസ്സിലുള്ളത് തുറന്ന് പറയുക. എല്ലാ കാര്യങ്ങളും വ്യക്തമാകുമ്പോൾ മാത്രമേ പ്രണയം വളരുള്ളൂ എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം എന്നാണ് ഈ മൂൺ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഭയങ്ങൾ, അതായത് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന സംശയങ്ങളും ഭയങ്ങളും ഉത്കണ്ഠകളും എല്ലാം തന്നെ യാഥാർത്ഥ്യമാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നും തന്നെ ആലോചിച്ച് ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നതെന്ന് ഹൃദയത്തോട് ലിസൺ ചെയ്യുക. അല്ലാതെ പുറത്തുള്ള കോലാഹലങ്ങളിൽ പെട്ട് ഒരിക്കലും കൂടുതൽ പേടിക്കുകയോ ചിന്തിച്ചു കൂട്ടുകയോ ചെയ്യാതിരിക്കുക എന്നതാണ് മൂൺ കാർഡ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ്, അതായത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയുന്ന കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. ഇത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും സ്നേഹവും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ സത്യസന്ധമായിട്ട് സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, ഉള്ളുകൊണ്ട് അറിഞ്ഞ് മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുമ്പോൾ അത് നീണ്ടു നിൽക്കുമെന്നുള്ളതാണ്. പരസ്പരം വിശ്വാസം വളർത്തുകയും സത്യസന്ധത പ്രണയത്തെ കൂടുതൽ ശക്തമാക്കുമെന്നുള്ള കാര്യവും, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു പഴയ ബന്ധം തിരികെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് 10 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. ഇനി യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. യൂണിവേഴ്സ് പറയുന്നു, പ്രണയം എന്നത് വെറും ഒരാളോടുള്ള ഇഷ്ടം മാത്രമല്ല, അത് നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രകാശം തന്നെയാണ്. നിങ്ങൾ പ്രണയത്തിനായി മനസ്സ് തുറക്കുമ്പോൾ പ്രണയം തന്നെ നിങ്ങളുടെ വഴിയിലേക്ക് താനേ വന്നുകൊള്ളും. അതുകൊണ്ട് ഭയങ്ങളെല്ലാം വിട്ടുകളയുക. നിങ്ങളുടെ ഹൃദയം വെളിച്ചം നിറഞ്ഞതാണ്. അത് മറ്റൊരാളുടെ ജീവിതത്തെക്കൂട്ടി മാറ്റാനുള്ള ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതുപോലത്തെ ലവ് റീഡിംഗ് നിങ്ങൾക്ക് ഇനിയും കേൾക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലവ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. മാത്രമല്ല, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓണാക്കി ഇട്ടിരുന്നാൽ എപ്പോഴാണോ നമ്മൾ റീഡിംഗ് ഇടുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു വ്യൂവേഴ്സ് ഫോർ ലിസണിങ്.